ഭൂമിയുടെ അന്തരീക്ഷം നോക്കാം. അപ്പോൾ നമ്മൾ ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ച് പറഞ്ഞു അല്ലേ, ഭൂമിയുടെ ഘടന പറഞ്ഞു. ഇനി എന്താണ് ഭൂമിയുടെ അന്തരീക്ഷം എന്ന് പറയുന്നത്? ഉത്ഭവ സമയത്ത് ചുട്ടുപഴുത്ത അവസ്ഥയിലായിരുന്ന ഭൂമി കോടാനുകോടി വർഷങ്ങൾ കൊണ്ട് സാവധാനം തണുത്തു. ഈ പ്രക്രിയയിലൂടെ ഭൂമിയുടെ ഉള്ളിലുണ്ടായിരുന്ന വാതകങ്ങൾ പുറത്തേക്ക് വന്നു. അപ്പോൾ എന്താ പറയുന്നത്, ഭൂമി ഇത്ര നേരം വരെ നമ്മൾ പറഞ്ഞില്ലേ നല്ല ചൂടായിരുന്നു എന്നുള്ളത്. പക്ഷേ കുറേ നാളുകൾക്ക് ശേഷം ഭൂമി തണുത്തു തുടങ്ങി. അപ്പോൾ എന്താ സംഭവിച്ചു, ഉള്ളിലുണ്ടായിരുന്ന വാതകങ്ങളൊക്കെ പുറത്തേക്ക് വന്നു തുടങ്ങി. ക്രമേണ ഭൂമിക്ക് ചുറ്റും നിരവധി വാതകങ്ങളുള്ള വായുവിൻ്റെ ഒരു ആവരണം ഉണ്ടായി. ഭൂമിയെ ആവരണം ചെയ്യുന്ന ഈ വാതക പുതപ്പാണ് അന്തരീക്ഷം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് അന്തരീക്ഷം എന്ന് പറയുന്നത്? ക്രമേണ ഭൂമിക്ക് ചുറ്റും നിരവധി, നമ്മൾ പറഞ്ഞില്ലേ ഉള്ളിൽ നിന്ന് വാതകങ്ങൾ പുറത്തേക്ക് വന്നു. പുറത്തേക്ക് വന്നപ്പോൾ വാതകങ്ങൾ നിറഞ്ഞപ്പോൾ എന്ത് സംഭവിക്കും, ഒരു ആവരണം ഉണ്ടായി. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അന്തരീക്ഷം എന്ന് പറയുന്നത്. സസ്യങ്ങളുടെ ആവിർഭാവത്തോടെ പ്രകാശ സംശ്ലേഷണ ഫലമായി അന്തരീക്ഷം ഓക്സിജനാൽ സമ്പന്നമായി. അങ്ങനെ എന്ത് സംഭവിച്ചു, അന്തരീക്ഷം എന്ന് പറയുന്നത് ഓക്സിജനായി സമ്പന്നമായി. എങ്ങനെയാണ് സസ്യങ്ങൾ ഉണ്ടായിരുന്ന കാരണം അല്ലേ. അന്തരീക്ഷത്തിലുള്ള വാതകങ്ങളാണ് നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് തുടങ്ങിയവ. നമ്മൾ പറഞ്ഞാലും എത്ര അളവ് വരെ